എല്ലാവർക്കും നമസ്കാരം. KS മെന്ററിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് KS മെയിൻസിന് വേണ്ടിയിട്ടുള്ള ഹിസ്റ്ററിയുടെ അപ്രോച്ച്. ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു പേപ്പർ ഫുള്ള് അല്ലേ, കഴിഞ്ഞ KS എക്സാം നോക്കുകയാണെങ്കിൽ 26 ചോദ്യങ്ങൾ ഉൾപ്പെടെ 100 മാർക്കിൻ്റെ ഒരു പേപ്പറാണ് ഹിസ്റ്ററി എന്ന് പറയുന്നത്. ഹിസ്റ്ററി എന്ന് പറയുന്നെങ്കിലും അതിനകത്ത് കേരള കൾച്ചറിന് ഒരു പാർട്ടൂടെ വരുന്നുണ്ട്. അപ്പോൾ എക്സാം ഒക്കെ കഴിഞ്ഞ് പലരും ആൻസർ മെയിൻസിന് പഠിച്ചു തുടങ്ങണോ വേണ്ടേ എന്നുള്ള ആശയക്കുഴപ്പത്തിലൊക്കെ ഇരിക്കുന്ന ഒരുപാട് പേരുണ്ടായിരിക്കും. നിങ്ങൾ ഒരു കാരണവശാലും, കാരണം കട്ട് ഓഫ് എത്രമാത്രം താഴുമെന്ന് നമ്മൾക്കൊരു പിടിയുമില്ല. അതുകൊണ്ട് തന്നെ ഒരു 90+ സ്ട്രീം 1-നകത്ത് 90+ ഒക്കെ ഉള്ള ആൾക്കാരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പഠിച്ചു തുടങ്ങുക. കാരണം റിസൾട്ട് വന്നിട്ട് പഠിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ കുറച്ച് സമയം, വളരെ വിലപ്പെട്ട കുറച്ച് സമയം അങ്ങ് പോയി കിട്ടും. അപ്പം അതുകൊണ്ട് മെയിൻസ് ആൻസർ റൈറ്റിംഗ് എത്രയും പെട്ടെന്ന് നിങ്ങൾ ആരംഭിക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ അതിനകത്ത് ഏതൊക്കെ ഹിസ്റ്ററി വരുന്നുണ്ട്? ഇന്ത്യൻ ഹിസ്റ്ററി വരുന്നുണ്ട്. ആ ഇന്ത്യയിൽ തന്നെ ഏൻഷ്യൻ്റ്, മെഡീവൽ, ദെൻ മോഡേൺ, ഇത് മൂന്നും വരുന്നുണ്ട്. അതുപോലെ തന്നെ വേൾഡ് ഹിസ്റ്ററി വരുന്നുണ്ട്, കേരള ഹിസ്റ്ററി വരുന്നുണ്ട്, കേരള കൾച്ചർ. ഇത്രയും പോർഷൻ അടങ്ങിയിട്ടുള്ള 100 മാർക്കിൻ്റെ ഒരു പേപ്പറിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ വളരെ ക്രൂഷ്യലാണ്. എല്ലാവരും അവസാനം വരെയും കാണാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, ആൻസർ റൈറ്റിങ്ങിൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ചില ഏരിയാസ് എന്തൊക്കെയാണ്, നമ്മൾ അപ്രോച്ച് ചെയ്യണം, അല്ലെങ്കിൽ ഏതൊരു സ്ട്രാറ്റജിയാണ് നമ്മൾ മുന്നോട്ടേക്ക് വെക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾക്കൊരു ധാരണ തരാനായിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും അവസാനം വരെ കാണാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ആദ്യം തന്നെ സിലബസിനെ കുറിച്ച് നമുക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം. പ്രത്യേകിച്ച് ഞാൻ എടുത്തു പറയേണ്ട ആവശ്യമില്ല. പ്രിലിംസിന് എന്താണോ നമ്മൾ പഠിച്ചത് അതേ സിലബസ് തന്നെയാണ് നമുക്ക് മെയിൻസിനും വരുന്നത്. പക്ഷേ ഓരോ ടോപ്പിക്കുകളെയും അപ്രോച്ച് ചെയ്യുന്ന രീതിയിലാണ് വ്യത്യാസം വരുന്നത്. അതെങ്ങനെയാണ് എന്നുള്ളത് ഞാൻ പറയാം. നമ്മൾ മെയിൻസിന് പ്രിലിംസിന് പഠിക്കുന്ന ഏരിയാസിനെ മറ്റൊരു രീതിയിൽ കാണാനായിട്ട് ശ്രമിക്കുക. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പം നമ്മൾ നവോത്ഥാനം എന്ന് പറയുന്ന ഒരു ഏരിയ നമ്മൾ ഹിസ്റ്ററിക്കകത്ത് പഠിക്കുന്നതാണ്. അത് മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററിക്കകത്ത് പഠിക്കുന്നുണ്ട്, കേരള ഹിസ്റ്ററിക്കകത്ത് നിങ്ങൾ പഠിക്കുന്നുണ്ട്, അങ്ങനെ പല സ്ഥലങ്ങളിൽ നവോത്ഥാനത്തെക്കുറിച്ച് കേൾക്കുന്നുണ്ട്. അവിടെ പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ കൂടുതലായിട്ട് ശ്രദ്ധ കൊടുക്കുന്നത് നവോത്ഥാനവുമായി ബന്ധപ്പെട്ട നവോത്ഥാന നായകന്മാർ, ലീഡേഴ്സിനെ കുറിച്ചായിരിക്കാം, അല്ലെങ്കിൽ അവർ സ്ഥാപിച്ചിട്ടുള്ള സംഘടനകളായിരിക്കാം, ഇല്ലെങ്കിൽ അവരുടെ പൊതുവായിട്ടുള്ള ചില പ്രത്യേകതകൾ കാണും അല്ലേ, റിവൈവലിസ്റ്റിക് ആണോ അല്ലെങ്കിൽ റീഫോമിസ്റ്റിക് ആണോ, ഇങ്ങനെയുള്ള പൊതുവായിട്ടുള്ള ചില പ്രത്യേകതകളായിരിക്കാം. ഇതിലായിരിക്കും നമ്മൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അതായത് കുറച്ചുകൂടെ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഒരു ഫാക്ച്വൽ ടൈപ്പ് ഓഫ് നോളജ് ആയിരിക്കും നമ്മൾക്ക് അവിടെ കൂടുതലായിട്ട് വേണ്ടി വരിക. പക്ഷേ മെയിൻസിലേക്ക് പോയി കഴിഞ്ഞാൽ, മെയിൻസിലേക്ക് പോകുമ്പോൾ അവിടെ നമുക്ക് വേണ്ടത് കുറച്ചുകൂടെ ഒരു അനാലിസിസ് നമുക്ക് അത്യാവശ്യമാണ്. കാരണം ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇതേ നവോത്ഥാനത്തിൽ നിന്ന് തന്നെ നവോത്ഥാനം കൊണ്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയുടെ നാഷണൽ മൂവ്മെന്റിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെ, അല്ലെങ്കിൽ ഇന്ത്യൻ സമൂഹത്തിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെ. ഇപ്പൊ കഴിഞ്ഞ കേസിൽ ഒരു ചോദ്യം തന്നെ കോട്ട് ചെയ്യാനാണെങ്കിൽ, ഭാരതീയ സ്ത്രീകൾക്ക് ഒരു പുതിയ ഐഡന്റിറ്റി ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നതിൽ നവോത്ഥാനം വഹിച്ച പങ്ക്. അപ്പോൾ ഇതിനകത്ത് നമ്മൾക്ക് കൊടുക്കേണ്ടി വരുന്ന കണ്ടന്റ് എന്ന് പറയുന്നത് നമ്മൾ ആ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ അവിടെ ഒരു അനാലിസിസും കൂടെ ഉണ്ട്. നവോത്ഥാനം എപ്രകാരമാണ് ഭാരതീയ സ്ത്രീകൾക്ക് ഒരു പുതിയ ഐഡന്റിറ്റി കൊടുത്തത്. അപ്പോൾ പഴയ കുറേ കാര്യങ്ങളിൽ ഒരു മാറ്റം കൊണ്ടുവരാൻ, ഒരു പരിധി വരെയെങ്കിലും മാറ്റം കൊണ്ടുവരാൻ നവോത്ഥാനത്തിന് കഴിഞ്ഞു. അതുകൊണ്ടാണല്ലോ പുതിയൊരു ഐഡന്റിറ്റി കിട്ടിയത്. സോ ഈ ഒരു മാറ്റം കൃത്യമായിട്ട് അടയാളപ്പെടുത്താൻ നമുക്ക് പറ്റണം. ഇത്തരത്തിൽ പ്രിലിംസിന് പഠിച്ച അതേ ടോപ്പിക്കുകളിൽ നിന്നും മെയിൻസിന്റെ സാധ്യത കണ്ടെത്തുന്നതാണ് നമുക്ക് മെയിൻസിന് ആവശ്യം. സോ അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഇനി ചോദ്യങ്ങളുടെ ഒരു രീതി, കഴിഞ്ഞ കേസ് നമ്മുടെ മുന്നിൽ ഒറ്റ കേസ് പേപ്പറേ ഉള്ളൂ, അതിൽ നിന്ന് എത്രമാത്രം ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കുക. ഏൻഷ്യൻ പീരീഡിൽ നിന്ന്, ഏൻഷ്യൻ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ നിന്ന് 2 ചോദ്യങ്ങളാണ് വന്നിട്ടുള്ളത്. മെഡീവലിൽ നിന്ന് 1 ചോദ്യം, മോഡേണിൽ നിന്ന് 6 ചോദ്യം, വേൾഡിൽ നിന്ന് 5 ചോദ്യം, കേരള ഹിസ്റ്ററിയിൽ നിന്ന് 5 ചോദ്യം, കേരള കൾച്ചറിൽ നിന്ന് 7 ചോദ്യം വന്നിട്ടുണ്ട്. സോ കേരള കൾച്ചർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഹിസ്റ്ററിയിൽ തന്നെ മോഡേൺ ഡേ ഹിസ്റ്ററി വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അങ്ങനെ മൊത്തത്തിൽ 26 ചോദ്യങ്ങളാണ്. 26-ൽ 15 ചോദ്യം 3 മാർക്കിൻ്റെയും 11 ചോദ്യം 5 മാർക്കിൻ്റെയുമാണ് ചോദിച്ചിട്ടുള്ളത്. അങ്ങനെ മൊത്തം 100 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് വന്നിട്ടുള്ളത്. ഓക്കെ, ഇനി ഏതൊക്കെ ഏരിയയിൽ നിന്നാണ് മെയിൻസിന് ചോദ്യം വന്നിട്ടുള്ളത്, അതുപോലെ ഏതൊക്കെ രീതിയിലാണ് വന്നിട്ടുള്ളത് എന്ന് ജസ്റ്റ് നമുക്ക് നോക്കാം. ഏൻഷ്യൻ്റ് ഇന്ത്യൻ ഹിസ്റ്ററിക്കകത്ത് വന്നിട്ടുള്ള ചോദ്യങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിയേ. എലൂസിറേറ്റ് ഓൺ സംഘം ലിറ്ററേച്ചർ. സംഘം ലിറ്ററേച്ചറിനെ കുറിച്ച് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് വിവരിക്കുക, എലൂസിറേറ്റ് ചെയ്യാം. ഡിസ്കസ് ദ എമർജൻസ് ഓഫ് ദ്രവീഡിയൻ ടെമ്പിൾ ആർക്കിടെക്ചർ. ഇത് നമുക്ക് വേണമെങ്കിൽ കൾച്ചറിന്റെ പാർട്ടായിട്ടും വേണമെങ്കിൽ അടയാളപ്പെടുത്താം, ഏൻഷ്യൻ
ഹിസ്റ്ററിയുടെ പാർട്ടായിട്ട്. കാരണം ദ്രവിഡിയൻ ടെമ്പിൾ ആർക്കിടെക്ചർ, നമ്മുടെ പല്ലവ ചോള സാമ്രാജ്യത്തെക്കുറിച്ചൊക്കെ പഠിക്കുമ്പോൾ അവിടെ ടെമ്പിൾ ആർക്കിടെക്ചർ, അവിടെ ആർട്ട് ആൻഡ് ആർക്കിടെക്ചറിലുള്ള കോൺട്രിബ്യൂഷൻസ് പഠിക്കുമ്പോഴും നമ്മൾ എന്ത് ചെയ്യാം, ഇത് പഠിക്കുന്നുണ്ട്. സോ അവിടെ കൾച്ചറിന്റെ പാർട്ടിൽ നമുക്ക് പഠിക്കാം, കാരണം അവിടെ ടെമ്പിൾ ആർക്കിടെക്ചർ കൾച്ചറിലും വരുന്നുണ്ട്. അതുപോലെ നളന്ദ, തക്ഷശില ഇങ്ങനെയുള്ള യൂണിവേഴ്സിറ്റീസിനെ കുറിച്ച് എന്ത് ചെയ്തിട്ടുണ്ട്, ചോദിച്ചിട്ടുണ്ട്. ഇനി മോഡേൺ ഡേ ഹിസ്റ്ററിയിലേക്ക് വരുമ്പോൾ അവിടെ ബ്രിട്ടൻ ഇന്ത്യയിൽ നടപ്പിലാക്കിയ പല പോളിസികളും അതുകൊണ്ടുണ്ടായിട്ടുള്ള ഇമ്പാക്റ്റുകളെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ ഇന്ത്യൻ റെനൈസൻസ്, നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത അതേ ചോദ്യം തന്നെ, എങ്ങനെയാണ് ഇന്ത്യൻ വിമന് ഒരു ന്യൂ ഐഡന്റിറ്റി ക്രിയേറ്റ് ചെയ്ത് കൊടുത്തത്, അവിടെ അനാലിസിസ് ആണ് വരുന്നത് അല്ലെ. അവിടെ നമ്മൾ കൃത്യമായിട്ട് അനലൈസ് ചെയ്താൽ മാത്രമേ നമുക്ക് ആൻസർ നല്ല രീതിയിൽ എഴുതാൻ പറ്റൂ. കൊളോണിയലിസം ട്രാൻസ്ഫോംഡ് പെസൻട്രി ആസ് വെൽ ആസ് അഗ്രേറിയൻ സ്ട്രക്ചർ ഇൻ ഇന്ത്യ. എപ്രകാരമാണ് കൊളോണിയലിസം ഇന്ത്യയുടെ കാർഷിക മേഖലയെ മാറ്റിമറിച്ചത്, അതിനെക്കുറിച്ചും എന്ത് ചെയ്യുക, കമന്റ് ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ തന്നെ ഒരു അനാലിസിസ് വേണം. നമ്മളിപ്പോൾ കാർഷിക മേഖലയിൽ പഠിച്ചിട്ടുള്ള സമരങ്ങളെ കുറിച്ച് പഠിക്കും അല്ലെ, ഈ പറയുന്ന ഇൻഡിഗോ റിവോൾട്ട് പഠിക്കുന്നുണ്ട്, അതുപോലെ ചമ്പാരൻ സത്യാഗ്രഹം പഠിക്കുന്നുണ്ട്. ഇതെല്ലാം പഠിക്കുമ്പോൾ തന്നെയും നമ്മൾ അതിന് പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂ നമുക്കത് ആവശ്യമില്ലായിരുന്നു ശരിക്കും. എപ്രകാരമാണ് ഈ സമരങ്ങളിലുള്ള ഒരു വ്യത്യാസം വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ അഗ്രേറിയൻ സ്ട്രക്ചറിലുള്ള ചേഞ്ച് വന്നിട്ടുള്ളത്. നമ്മളിപ്പോൾ മഹൽവാരി സിസ്റ്റം പഠിക്കുന്നുണ്ട്, റാഡ്വാരി പഠിക്കുന്നുണ്ട്. ഇതൊക്കെ പഠിക്കുമ്പോൾ തന്നെയും നമ്മൾ ഇതിന്റെ ഒരു ട്രാൻസിഷൻ അവിടെ കാണുന്നില്ല അല്ലെ, അല്ലെങ്കിൽ അത് നമുക്ക് പ്രിലിംസിന് ആവശ്യമില്ല. പക്ഷെ മെയിൻസിന് നോക്കേണ്ടത് എപ്രകാരമാണ് ആ ഒരു ട്രാൻസിഷൻ, കാലം കഴിയും തോറും ഈ പോളിസീസ് എപ്രകാരമാണ് അഗ്രികൾച്ചറിനെ മാറ്റിമറിച്ചത് എന്നൊരു അനാലിസിസിന്റെ കാര്യം അവിടെ വരേണ്ടി വരും. ഇതാണ് മെയിൻസും പ്രിലിംസും തമ്മിലുള്ള പ്രധാന വ്യത്യാസം. അടുത്തത് നോക്കുകയാണെങ്കിൽ നമുക്ക് വേൾഡ് ഹിസ്റ്ററിയിലെ കുറച്ച് ചോദ്യങ്ങൾ നോക്കാം. ഇതിൽ പല ചോദ്യങ്ങളും, മെയിൻസിൽ പല ചോദ്യങ്ങളും ചിലത് വളരെ ഡയറക്റ്റ് ആയിരിക്കും. നമ്മൾ പഠിച്ച കാര്യങ്ങൾ അധികം ഒരു അനലിറ്റിക്കൽ ടൈപ്പിലേക്ക് പോകാതെ നമുക്ക് ഡയറക്റ്റ്ലി പഠിച്ച വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഉത്തരം എഴുതാൻ പറ്റുന്ന ചോദ്യങ്ങളുണ്ട്. ഞാൻ കാണിച്ചു തരാം. പക്ഷെ ചില ചോദ്യങ്ങൾ നമ്മൾ പഠിച്ച കാര്യങ്ങളെ, അവിടെ ഇവിടെ പഠിച്ച കാര്യങ്ങളെ ഒന്ന് കൺസോൾഡേറ്റ് ചെയ്ത് ഒരുമിച്ച് കൊണ്ടുവന്നാൽ മാത്രമേ, അതായത് അവിടെ ഒരു അപഗ്രഥനം വേണം, ഒരു അനാലിസിസ് നടത്തിയാൽ മാത്രമേ നിങ്ങളുടെ ആൻസർ എന്ത് ചെയ്യാൻ പറ്റൂ, ബെറ്റർ ആവുള്ളൂ. അപ്പൊ ചിലപ്പോൾ നമ്മൾ പഠിച്ചതിൽ നിന്നും ആ ഉത്തരം കണ്ടെടുക്കണമെന്ന് നിർബന്ധമില്ല. പക്ഷെ അതിനുള്ളിൽ ആ ഉത്തരം മറഞ്ഞിരിപ്പുണ്ട്, അത് കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. കേരള ഹിസ്റ്ററിയിൽ നോക്കിയേ, ഇമ്പോർട്ടൻസ് ഓഫ് പഴശ്ശി റിവോൾട്ട്, അതായത് ഈ പറയുന്ന ആന്റി കൊളോണിയൽ സ്ട്രഗിളിൽ എന്താണ് പഴശ്ശി കലാപത്തിനുള്ള പ്രാധാന്യം, ഇതാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത്. നമ്മൾ ഇതിനെക്കുറിച്ചൊക്കെ ഹിസ്റ്ററിക്കകത്ത് പഠിക്കും അല്ലെ. എന്താണ് പഴശ്ശി റിവോൾട്ട്, അതിനുള്ള കാരണം എന്താണ്, അത് മാത്രമല്ല അതിന്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ ആരൊക്കെ, ഇതൊക്കെ നമ്മൾ പഠിക്കും. പക്ഷെ എന്താണ് ആന്റി കൊളോണിയൽ സ്ട്രഗിൾ, നമ്മുടെ ചരിത്രത്തിൽ ആ ഒരു പർട്ടിക്കുലർ റിവോൾട്ടിന് ഉണ്ടായിട്ടുള്ള ഒരു പ്രാധാന്യം, അല്ലെങ്കിൽ അതിന്റെ ഒരു സിഗ്നിഫിക്കൻസ് എന്ത്, പഴശ്ശി റിവോൾട്ടിന് മുമ്പ് ഉണ്ടായിരുന്ന അവസ്ഥ എന്തായിരുന്നു, അതിനുശേഷം എന്തായി മാറി, ഈ ഒരു അനാലിസിസ് അവിടെ ഈ പറയുന്ന KS എക്സാം ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. സോ അതാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. അതുപോലെ തന്നെ പൊയ്കേൽ അപ്പച്ചൻ്റെ അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻസ് ചോദിച്ചിട്ടുണ്ട്. മിഷണറി ആക്ടിവിസം, അത് എപ്രകാരമാണ് എഡ്യൂക്കേഷണൽ ഇൻഫ്രാസ്ട്രക്ചറിനെ എന്ത് ചെയ്തിട്ടുണ്ട്, മാറ്റിമറിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഐക്യ കേരള മൂവ്മെന്റ്, ഇതൊക്കെ ഡയറക്റ്റ് ചോദ്യങ്ങളും വരുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ചില ചോദ്യങ്ങൾ ഒരു അനലിറ്റിക്കൽ സൈഡ് വരുന്നുണ്ട്, ചില ചോദ്യങ്ങളിൽ ഈ പറയുന്ന പഠിച്ച കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ഡിസ്ക്രൈബ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഉത്തരങ്ങൾ എഴുതാൻ പറ്റും. അപ്പൊ ഇത്തരത്തിൽ രണ്ട് രീതിയിലുള്ള ചോദ്യങ്ങളുണ്ട്. സ്വാഭാവികമായിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ആദ്യം നിങ്ങൾ ചെയ്യാനുള്ള ഒരു കാര്യം, നിങ്ങൾ മെയിൻസിന് കൂടുതൽ ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ള മേഖലകൾ ഐഡന്റിഫൈ ചെയ്യാം. അപ്പൊ അത് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യും, ഒന്ന് KSന്റെ പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ നോക്കുക. അപ്പൊ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. നിങ്ങൾ പ്രിലിംസിന് പഠിച്ചിട്ടുള്ള അതേ ടോപ്പിക്കുകളിൽ നിന്നും എപ്രകാരമാണ് മെയിൻസിന്റെ ചോദ്യം വന്നിട്ടുള്ളത്, ആ ഒരു ഐഡിയ കിട്ടും. ഇനി KS മാത്രമല്ല, നമുക്ക് UPSCയുടെ പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ നോക്കാൻ പറ്റും. അവിടെ കേരള പാർട്ടിന് മാത്രമേ ഒരു ലിമിറ്റേഷൻ ഉള്ളൂ. പക്ഷേ ബാക്കിയല്ല നമ്മുടെ മെയിൻ കാര്യങ്ങളൊക്കെ തന്നെ UPSCയിലും കവേർഡ് ആണ്. സോ UPSCയുടെയും പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ, മെയിൻസിന്റെ പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ നോക്കുമ്പോൾ ഏത് ഏരിയയിൽ നിന്നും മെയിൻസിനുള്ള ഒരു ചോദ്യം ചോദിക്കാനുള്ള സാധ്യതയുണ്ട്, അത് എപ്രകാരമായിരിക്കും ചോദിക്കുക, ഈ ഒരു ഐഡിയ നമുക്ക് കിട്ടും. എന്നിട്ട് ഈ രണ്ട് ഐഡിയയും നിങ്ങൾക്ക് കിട്ടിയതിന് ശേഷം എന്ത് ചെയ്യാം, അത് വെച്ചിട്ട് ആൻസർ റൈറ്റിംഗ് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട്. നമുക്കൊരു കാര്യം കാണുമ്പോൾ നമുക്ക് തോന്നണം, ഇത് മെയിൻസിന്റെ ഒരു ചോദ്യത്തിനുള്ള സാധ്യത എവിടെ ഉണ്ടോ ഇല്ലയോ. ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ മെയിൻസ് പ്രിപ്പറേഷന്റെ പകുതി ജോലി കഴിഞ്ഞു. അടുത്ത കേരള കൾച്ചർ എന്ന് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കാം. ഇത് കഴിഞ്ഞ KS എക്സാമിന് എല്ലാവരും ഞെട്ടിയിരുന്ന ഒരു ചോദ്യമാണ്. ശില്പരത്ന, അതിനകത്ത് മ്യൂറൽ പെയിന്റിംഗ്, അതിനെക്കുറിച്ച് എപ്രകാരമാണ് വിവരിച്ചിരിക്കുന്നത്, അതിന്റെ വെളിച്ചത്തിൽ എന്ത് ചെയ്യാം, മ്യൂറൽ പെയിന്റിംഗ് ടെക്നിക്കുകൾ, കേരളത്തിൽ നിലവിലുള്ള മ്യൂറൽ പെയിന്റിംഗ് ടെക്നിക്കുകളെ കുറിച്ച് വിവരിക്കുക. ഇത്രയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ശില്പരത്ന എന്താണെന്ന് കഴിഞ്ഞ പ്രാവശ്യം KS എഴുതുന്ന അത്യാവശ്യമുള്ള ആൾക്കാർക്കൊന്നും തന്നെ അറിയത്തില്ലായിരുന്നു. പക്ഷേ ഈ ചോദ്യം നമ്മൾ സ്കിപ്പ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? നമ്മൾ ഈ പറയുന്ന കേരള കൾച്ചർ എന്ന് പറയുന്ന പാർട്ടിൽ
ഈ പറഞ്ഞ പെയിന്റിങ്ങുകളെ കുറിച്ച് പഠിക്കുന്നുണ്ട്, പ്രധാനപ്പെട്ട കുറച്ച് ടെക്നിക്കുകളെ കുറിച്ച് പഠിക്കുന്നുണ്ട്. നമ്മൾ പഠിക്കുന്നത് ഈ പറഞ്ഞ ശില്പരത്നയിലുള്ള ടെക്നിക്കുകൾ എന്താണെന്ന് നമ്മൾ സ്പെസിഫിക്കലി പഠിക്കുന്നില്ല, അത് ശരി തന്നെയാണ്. പക്ഷേ ഈ ചോദ്യം സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ വലിയ നഷ്ടമാണ് ഉണ്ടാകുന്നത്. നമ്മൾ പഠിച്ചിട്ടുള്ള മ്യൂറൽ പെയിന്റിങ് ടെക്നിക്കുകൾ എന്ത് ചെയ്യാം, ജസ്റ്റ് അവിടെ വിവരിച്ച് വയ്ക്കുക. അത് ശില്പരത്നയിൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് അവിടെ നിൽക്കട്ടെ. പക്ഷേ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വിടാതിരിക്കുക. നമ്മൾക്കറിയാകുന്ന, നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ട് എങ്ങനെയെങ്കിലും അവിടെ കുറച്ച് പോയിന്റ്സ് ജനറേറ്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അതാണ് എപ്പോഴും നല്ലത്. അടുത്തൊരു ചോദ്യം നോക്കിയേ, ഇത് ഒരു ബൗൺസർ ടൈപ്പ് ആയിരുന്നു. ചന്തുമേനോന്റെ ഇന്ദുലേഖയിൽ എപ്രകാരമാണ് അന്നത്തെ ഈ പറഞ്ഞ മലബാറിലെ സോഷ്യൽ ലൈഫ്, അതിലുണ്ടായ മാറ്റം, ഇംഗ്ലീഷ് വിദ്യാഭ്യാസം കാരണം അവിടെ ഉണ്ടായിട്ടുള്ള സോഷ്യൽ ലൈഫിൽ ഉണ്ടായിട്ടുള്ള മാറ്റം എപ്രകാരമാണെന്ന് ഇന്ദുലേഖയെ മുൻനിർത്തിക്കൊണ്ട് പരിശോധിക്കാം. ഇതായിരുന്നു ചോദ്യം. അപ്പോൾ ഇന്ദുലേഖ വായിച്ചിട്ടുള്ള ആൾക്കാർ വളരെ കുറവായിരിക്കാം, അല്ലെ? എല്ലാവരും വായിച്ചിട്ടുണ്ടോയെന്ന് ഒരു നിർബന്ധമില്ല. UPSCക്ക് മലയാളം ഓപ്ഷൻ എടുത്തവർ ചിലപ്പോൾ അത് പഠിച്ചിട്ടുണ്ടായിരിക്കാം. പക്ഷെ എന്നിരുന്നാൽ പോലും ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ഒരു സമൂഹത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാക്കും എന്ന് നമുക്ക് തന്നെ ഒന്ന് ഊഹിക്കാം, അല്ലെ? നവോത്ഥാനത്തിൽ തന്നെ നമ്മൾ പഠിക്കുന്നതാണ്, അല്ലെ? പല രീതിയിൽ നമ്മുടെ അവകാശങ്ങളെ കുറിച്ച് നമുക്ക് തിരിച്ചറിവ് വരുന്നു, സമൂഹത്തിലുള്ള പല അനാചാരങ്ങളെ കുറിച്ച് നമുക്ക് തിരിച്ചറിവ് വരുന്നു, അല്ലെ? ഈ പറയുന്ന പല സമ്പ്രദായങ്ങളും തകരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇതെല്ലാം തന്നെ നമുക്ക് ആകെ അവിടെ ഉള്ള ഒരു പരിമിതി എന്ന് പറഞ്ഞാൽ ഇന്ദുലേഖയിലെ ചില സന്ദർഭങ്ങൾ അല്ലെങ്കിൽ ഉദാഹരണങ്ങൾ കോട്ട് ചെയ്തുകൊണ്ട് ഉത്തരം എഴുതാൻ പറ്റില്ല. പക്ഷേ ബേസിക് കണ്ടന്റുകളൊക്കെ തന്നെ നമുക്ക് ആ ലോജിക്ക് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എഴുതാൻ പറ്റും. അപ്പൊ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വിടണോ? വേണ്ട, ഒരിക്കലും നിങ്ങൾ വിടാൻ പാടില്ല. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഉറപ്പായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, അറ്റൻഡ് ചെയ്തിരിക്കണം. അപ്പോൾ ഇത്തരത്തിൽ ഒരു അനാലിസിസ് വേണ്ട ചോദ്യങ്ങളുമുണ്ട്, എന്നാൽ വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ഉത്തരം എഴുതി വെച്ച് കഴിഞ്ഞാൽ നല്ല മാർക്ക് കിട്ടുന്ന ഡയറക്റ്റ് ചോദ്യങ്ങളും ചോദിക്കാറുണ്ട്. സോ ഈ രണ്ട് രീതിയിൽ ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാലും നമ്മൾ എന്ത് ചെയ്യണം, ഉത്തരം എഴുതുക, അല്ലെങ്കിൽ അതിനുവേണ്ടി പ്രിപ്പയർഡ് ആയിട്ടിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഇനി അടുത്ത് നമ്മുടെ മുന്നിലുള്ള ചലഞ്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ ലിമിറ്റഡ് സ്പേസിൽ എപ്രകാരം ഉത്തരങ്ങൾ എഴുതും. ഓക്കെ, അപ്പോൾ നമുക്കൊരു മോഡൽ ചോദ്യം, കാരണം നിങ്ങൾക്കുള്ള ഏറ്റവും വലിയ ഒരു തടസ്സം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു ലിമിറ്റേഷൻ എന്ന് പറയുന്നത്, ഈ ലിമിറ്റഡ് സ്പേസിൽ ഒരു 4-5 ലൈനിൽ എങ്ങനെ ഈ ഇത്രയും വലിയൊരു ചോദ്യത്തിന് ഉത്തരം എഴുതും, അത് പലർക്കും ഉള്ള ഒരു സംശയമാണ്. അപ്പം ഞാൻ ജസ്റ്റ് ഒരു ഉത്തരം ഫ്രെയിം ചെയ്ത് കാണിക്കാം. അപ്പോൾ അതൊന്ന് കണ്ടിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അതിനനുസരിച്ച് ആൻസർ റൈറ്റിംഗ് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഇതിപ്പോൾ ഒരു 3 മാർക്കിന്റെ ചോദ്യമാണ്. 3 മാർക്കിന് പൊതുവെ നമുക്കൊരു ഇതിപ്പോൾ എത്ര ലൈൻ ഉണ്ട്, 1 2 3 4 5 6 7, ഒരു 5 to 7 ലൈൻ വരെ നമുക്ക് കിട്ടും. ഈ 7 ലൈനുള്ളിൽ ഈ പറയുന്ന ഒരു അനലിറ്റിക്കൽ ടൈപ്പ് ഓഫ് ചോദ്യം എങ്ങനെ എഴുതും എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള ചലഞ്ച്. ഓക്കെ, ചോദ്യം എന്താ? ഇന്ത്യൻ റെനൈസൻസ്, നവോത്ഥാനം, റിസൾട്ടഡ് ഇൻ ദ എമർജൻസ് ഓഫ് ന്യൂ ഐഡന്റിറ്റി ഫോർ ഇന്ത്യൻ വിമൻ, അല്ലെ? ഭാരതീയ സ്ത്രീകൾക്ക് ഒരു പുതിയ ഐഡന്റിറ്റി കൊടുക്കുന്നതിൽ നവോത്ഥാനം എങ്ങനെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്, വഴിത്തിരിവായിട്ടുള്ളത് എന്നാണ് ചോദ്യം. അനലൈസ് ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ കാര്യം, മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, പോയിന്റ് ഫോർമാറ്റിൽ എഴുതാനായിട്ട് നോക്കുക. കാരണം പോയിന്റ് ഫോർമാറ്റിൽ എഴുതുമ്പോൾ നമുക്ക് കൂടുതൽ സ്പേസ് കിട്ടും, അല്ലെങ്കിൽ ഫുൾ സെന്റൻസിൽ എഴുതേണ്ട ആവശ്യമില്ല. നമുക്ക് കുറച്ചുകൂടെ എന്ത് ചെയ്യാം, ഡയമെൻഷൻസോ കൂടുതൽ പോയിന്റോ ആഡ് ചെയ്യാനായിട്ടുള്ള ഒരു അവസരം കിട്ടും. അപ്പോൾ ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഇൻട്രോ കൊടുക്കണോ വേണ്ടയോ, പലർക്കും ഉള്ള ഒരു സംശയമാണ്. ഇപ്പോൾ ഒരു ലൈനിലൊക്കെ ഇൻട്രോ കൊടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നല്ലതാണ്, ജസ്റ്റ് ഒന്ന് കൊടുക്കാം. പക്ഷേ 3 മാർക്കിന് പൊതുവേ നമുക്ക് ഇൻട്രോയ്ക്കുള്ള ഒരു സ്കോപ്പ് വളരെ കുറവാണ്. ഓക്കെ, അതൊന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇൻട്രോ എങ്ങനെ കൊടുക്കാം? ഇപ്പോൾ ആണെങ്കിൽ ഇന്ത്യൻ റെനൈസൻസ് പ്ലേഡ് എ പിവോട്ടൽ റോൾ ടു ക്രിയേറ്റ് എ ന്യൂ സ്റ്റാറ്റസ് ഫോർ ഇന്ത്യൻ വിമൻ, അങ്ങനെ വേണമെങ്കിൽ ഒരു സെന്റൻസിൽ വേണമെങ്കിൽ ഒരു ഇൻട്രോ നമുക്ക് കൊടുക്കാം. ഇനി അടുത്തത് ചോദിച്ചിരിക്കുന്നത് ന്യൂ ഐഡന്റിറ്റി. അപ്പം ന്യൂ ഐഡന്റിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും ഇന്ത്യൻ റെനൈസൻസ് സ്ത്രീകൾക്ക് അല്ലെങ്കിൽ സ്ത്രീകളുടെ ജീവിതത്തിൽ കൊണ്ടുവന്നുള്ള മാറ്റങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പം ഈ പറഞ്ഞ റെനൈസൻസ്, സ്ത്രീ, ഈ 2 വാക്കുകൾ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കുറേ കാര്യങ്ങൾ ഓർമ്മ വരും. ആദ്യം നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നത് സതി ആയിരിക്കും, അല്ലെ? രാജാറാം മോഹൻ റോയ്, സതി പോലുള്ള കാര്യങ്ങൾ വരും. പിന്നെ ഈശ്വർ ചന്ദ്ര വിദ്യാസാഗർ, അദ്ദേഹം കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള വിമൻ എഡ്യൂക്കേഷൻ പോലുള്ള കാര്യങ്ങൾ വരും. അതുപോലെ തന്നെ കുറേ ലീഡേഴ്സിന്റെ പേര്, ഇപ്പോൾ പണ്ഡിത രമാബായി പോലുള്ള ആൾക്കാർ, അല്ലെ? അതുപോലെ തന്നെ ബീഗം റുഖിയ ഷെഖാവത്ത് ഹുസൈൻ പോലുള്ള ആൾക്കാർ, അല്ലെങ്കിൽ സരളാബായി ചൗധറാണി പോലുള്ള ആൾക്കാർ, ഇങ്ങനെ കുറേ ലീഡേഴ്സിന്റെ പേരുകൾ ഇങ്ങനെ വരും. അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ വന്നു പോകുന്നുണ്ട്. ഇതിലെല്ലാം കൂടെ ഒന്ന് ക്രോഡീകരിച്ച് അറേഞ്ച് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ ആയി. അപ്പോൾ ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, ഒരു ഇൻട്രോ കൊടുക്കുന്നു, ഒരു 1 ലൈൻ ഇൻട്രോ കൊടുക്കാം. ദെൻ പോയിന്റ് എങ്ങനെയാണ് ഈ പറഞ്ഞ ന്യൂ ഐഡന്റിറ്റി കൊടുത്തത്, വേണമെങ്കിൽ ഒരു കുഞ്ഞ് ഹെഡിങ് കൊടുത്തിട്ട് ന്യൂ ഐഡന്റിറ്റി ഫോർ ഇന്ത്യൻ വിമൺ എന്ന് പറഞ്ഞ് കൊടുത്തിട്ട് ഒരു പോയിന്റ്. ഫസ്റ്റ് എന്താ പറയുന്നത്, അബോളിഷൻ ഓഫ് സോഷ്യൽ ഈവിൾസ് കൊടുക്കാം, അല്ലെ? സോഷ്യൽ ഈവിൾസ്. എപ്പോഴും നിങ്ങളൊരു പോയിന്റ് കൊടുക്കാൻ നോക്കുമ്പോൾ അതിന് ഒരു ഉദാഹരണം കൊടുക്കാനോ അല്ലെങ്കിൽ ഒരു ഡേറ്റ എടുത്തുകൊണ്ട് ആ ഒരു പോയിന്റിന് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു വാല്യൂഡേഷൻ നടത്താനോ ഒരു ശ്രമം നിങ്ങൾ നടത്തുക. അപ്പോൾ അബോളിഷൻ ഓഫ് സോഷ്യൽ ഈവിൾസ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ, അവിടെ നിങ്ങൾക്ക് ഉദാഹരണം ബ്രാക്കറ്റിൽ ജസ്റ്റ് കൊടുക്കുക. ഒരിക്കലും ഫുൾ സെന്റൻസ് എഴുതേണ്ട ആവശ്യമില്ല. എക്സാമ്പിൾ, ആന്റി സതി സ്ട്രഗിൾ നമുക്ക് കൊടുക്കാം, അല്ലെ? ദെൻ അടുത്ത പറയുകയാണെങ്കിൽ എഡ്യൂക്കേഷൻ ഡയമെൻഷൻ പറയാം. ഓരോ ഡയമെൻഷൻ ഉണ്ട് ആലോചിക്കുക. എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ എക്സാമ്പിൾ, ഇപ്പോൾ
ബെഥൂൺ സ്കൂൾ നമ്മൾ പഠിച്ചിട്ടുള്ള അല്ലേ, ബെഥൂൺ സ്കൂൾ നമ്മൾ പഠിച്ചിട്ടുള്ള അതിന്റെ ഉദാഹരണം നമുക്ക് കൊടുക്കാം. അപ്പോൾ എഡ്യൂക്കേഷൻ വന്നു, അതുവഴി എന്താണ് സ്ത്രീകൾക്ക് സമൂഹത്തിൽ കുറച്ചുകൂടെ എന്താണ് ഉയർന്ന ഒരു പദവി അല്ലെങ്കിൽ അവരുടെ പൊസിഷൻ ഇംപ്രൂവ് ചെയ്യാൻ സഹായിച്ചു, അല്ലെങ്കിൽ അവരുടെ റൈറ്റിനെ കുറിച്ച് അവയർനെസ് കിട്ടി. അപ്പൊ അടുത്ത പോയിന്റ് നമുക്ക് റൈറ്റ് തന്നെ കൊടുക്കാം, അവയർനെസ് അബൌട്ട് വിമൻ റൈറ്റ്സ് അല്ലെ. എക്സാമ്പിൾ റൈറ്റ് ടു ഇൻഹെറിറ്റൻസ്, സ്വത്തവകാശം അല്ലെ. സ്ത്രീകൾക്ക് പൊതുവെ സ്വത്തവകാശം ഇല്ലായിരുന്നു, റൈറ്റ് ടു ഇൻഹെറിറ്റൻസ് പുരുഷന്മാർക്ക് മാത്രമായിരുന്നു, അത് കൊടുക്കാം. കോമ ഏജ് ഓഫ് കൺസെന്റ് അല്ലെ, കല്യാണം കഴിക്കാനുള്ള പ്രായം, ശൈശവ വിവാഹം അന്ന് വളരെ വലിയൊരു പ്രശ്നമായിരുന്നു. അപ്പൊ അത് നമുക്ക് എന്ത് ചെയ്യാം, കോമ ഇട്ടിട്ട് ഇങ്ങനെയുള്ള ഉദാഹരണങ്ങൾ കൊടുക്കാം. അപ്പൊ ഉദാഹരണം കൊടുക്കുമ്പോൾ നിങ്ങൾ ആ പറയുന്നത് വെറുതെ അല്ല, കൃത്യമായിട്ടുള്ള ഡേറ്റ വെച്ചിട്ട് നിങ്ങൾ അതിനെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ആ പേപ്പർ നോക്കുന്ന വ്യക്തിയെ കൃത്യമായിട്ട് മനസ്സിലാവും. സോ ഉദാഹരണമായിട്ട് കൊടുക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ന്യൂ വിമൻ തിങ്കേഴ്സ് ഓർ ആക്ടിവിസ്റ്റുകൾ അല്ലെ, ഒരുപാട് പേര് വന്നിട്ടുണ്ട്. പണ്ഡിത രമാഭായ് പോലുള്ള ആൾക്കാര് അല്ലെ, അല്ലെങ്കിൽ സരളാബായി ചൗധറാണി പോലുള്ള ആൾക്കാര് ഇങ്ങനെയുള്ള വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതുവഴി സ്ത്രീകൾക്ക് നാഷണൽ മൂവ്മെന്റിലേക്ക് ഒരു എൻട്രി കിട്ടി എന്ന് നമുക്ക് വേണമെങ്കിൽ പറഞ്ഞൂടെ, അതും പറയാം. കാരണം സരോജിനി നായിഡുവിനെ പോലുള്ള ആൾക്കാർ ഇതുവഴി വന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ ഇവർക്കൊക്കെ ഈ പറയുന്ന നാഷണൽ മൂവ്മെന്റിലേക്ക് അല്ലെങ്കിൽ ഈ പൊളിറ്റിക്കൽ സ്പിയറിലേക്ക് ഒരു ആക്സസ് കിട്ടുന്നത് തന്നെ നവോത്ഥാനം കൊണ്ടുവന്നിട്ടുള്ള ആ ഒരു മാറ്റമാണ്, അല്ലെങ്കിൽ നവോത്ഥാനം തെളിച്ചിട്ടുള്ള ആ ഒരു വഴിയിൽ കൂടെയാണ് ഈ സ്ത്രീകളെല്ലാം എന്ത് ചെയ്തത്, ഈ പറയുന്ന വലിയ വലിയ അവസരങ്ങളിലേക്ക് എത്താൻ അവർക്ക് സാധിച്ചത്. സോ ഇതെല്ലാം തന്നെ നമുക്ക് എന്ത് ചെയ്യാം, കോട്ട് ചെയ്യാം. അപ്പൊ നാഷണൽ മൂവ്മെന്റിലേക്ക് സ്ത്രീകൾക്ക് എൻട്രി പ്രൊവൈഡ് ചെയ്തത് അതും നവോത്ഥാനമാണ്. ഇതുവഴിയൊക്കെ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ന്യൂ ഐഡന്റിറ്റി ക്രിയേറ്റ് ചെയ്യാനായിട്ട് നവോത്ഥാനത്തിന് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പറയുന്ന ലിമിറ്റഡ് സ്ഥലത്ത് നമുക്ക് ഇത്രയും പോയിന്റുകൾ കൊണ്ടുവരാൻ പറ്റും. അപ്പൊ കൺക്ലൂഷൻ കൊടുക്കുക എന്ന് പറയുന്നത്, കൺക്ലൂഷൻ കൊടുക്കാൻ പറ്റിയ നല്ലത്, സ്ഥലം ഉണ്ടെങ്കിൽ കൊടുക്കുക. പക്ഷേ പൊതുവെ 3 മാർക്കിൽ നമുക്ക് സ്ഥലം കുറവാണ്. ജസ്റ്റ് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഈ പറയുന്ന ചോദ്യം ചോദിച്ചിരിക്കുന്നത് തന്നെ അതുകൊണ്ട് ഈ പറഞ്ഞ എന്താണ് നവോത്ഥാനം എന്ന് പറയുന്നത് ഭാരതീയ സ്ത്രീകൾക്ക് ഒരു പുതിയ ഐഡന്റിറ്റി ക്രിയേറ്റ് ചെയ്യുന്നതിൽ ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. അതുവഴി എന്താണ് ഈ പറയുന്ന പിന്നീട് അങ്ങോട്ട് നടന്ന നാഷണൽ മൂവ്മെന്റിലൊക്കെ തന്നെ സ്ത്രീകളുടെ വളരെ വലിയ കോൺട്രിബ്യൂഷൻസ് നമുക്ക് കാണാൻ പറ്റും അല്ലെ. ആരാ, സരോജിനി നായിഡുവിനെ പോലെ, ആനി ബെസന്റിനെ പോലെ ഇങ്ങനെയുള്ള സ്ത്രീ നേതാക്കന്മാർ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഈ പറയുന്ന നാഷണൽ മൂവ്മെന്റിന്റെ പല ഫേസസിൽ നമുക്ക് അവരുടെ കോൺട്രിബ്യൂഷൻസ് കാണാൻ പറ്റും. അങ്ങനെ എന്തെങ്കിലും ഒരു കൺക്ലൂഷൻ നമുക്ക് കൊടുത്തുകൊണ്ട് ചെയ്യാം. കൺക്ലൂഷൻ കൊടുക്കാൻ സ്ഥലം ഉണ്ടെങ്കിൽ മാത്രം. പൊതുവെ നമുക്ക് കൺക്ലൂഷനും ഇൻട്രോ ഒക്കെ എല്ലാ ചോദ്യങ്ങളിലും കൊടുക്കാനുള്ള സ്ഥലമില്ല. എല്ലാ ചോദ്യങ്ങൾക്കും ഇത്രയും സ്പേസ് കിട്ടണമെന്ന് നിർബന്ധമില്ല. ഇപ്പോൾ 5 മാർക്കിന്റെ ചോദ്യങ്ങൾക്ക് വരെ 4 to 5 ലൈൻ വരെ നിർത്തിയ ഒരു ഹിസ്റ്ററി ഉണ്ട് KS കഴിഞ്ഞ പ്രീവിയസ് ഇയർ ചോദ്യത്തിൽ അല്ലെ. ഒരു തുള്ളന്റെ ഒരു ചോദ്യമാണെങ്കിൽ വളരെ കുറഞ്ഞ സ്പേസിലാണ്. അപ്പോൾ അവർ യൂണിഫോമിറ്റി ഒന്നും നോക്കുന്നില്ല, എല്ലാ ചോദ്യങ്ങൾക്കും ഒരേപോലെ സ്പേസും തരുന്നില്ല. ആ ഒരു കാര്യം മനസ്സിലാക്കുക. അപ്പൊ തന്നിരിക്കുന്ന സ്പേസിൽ മനസ്സിലാക്കിയിട്ട് ആദ്യമേ നിങ്ങളുടെ മനസ്സിൽ ഒരു സ്ട്രക്ചറിങ് നടക്കണം. അതിനനുസരിച്ച് എന്ത് ചെയ്യുക, ചോദ്യങ്ങൾ എഴുതാനായിട്ട് ശ്രമിക്കുക. അപ്പൊ ഇതാണ് ഇതിന്റെ ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ. അപ്പൊ ഈ ഒരു ഐഡിയയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, സമയം കളയാതെ എത്രയും പെട്ടെന്ന് ആൻസേഴ്സ് എഴുതി പഠിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പൊ KS മെന്ററിൽ 2026 ഒരുപാട് ഡിഗ്രി തല പരീക്ഷകൾ വരാൻ പോവാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു ഡിഗ്രി പ്രിലിംസ് ബാച്ച് തുടങ്ങിയിട്ടുണ്ട്. അത് ജൂലൈ 2-ാം തീയതിയാണ് തുടങ്ങിയിട്ടുള്ളത്. അപ്പൊ അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. അപ്പൊ ആൻസർ റൈറ്റിംഗുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. താങ്ക് യു.